നമ്മൾ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നില്ല. ഇപ്പം പറയില്ലേ, ഒരു കൊലപാതകം ചെയ്യുന്നത് ചിലപ്പോൾ അവൻ്റെ ആ സമയത്തെ ഒരു ഇതായിരിക്കാം, അല്ലേ? പറയില്ലേ, ആ ഒരു സമയം കൊണ്ട് ചെയ്തു പോയതാണ് എന്ന് പറയാം. ഇതുപോലെ ചിലപ്പോൾ ഈ നുണപ്രചരണങ്ങളും കള്ളക്കേസ് നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കാം. അങ്ങനെയൊക്കെ വരുമല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഊഹമാണ്. ഇതൊന്നും നമുക്ക് അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ അൾട്ടിമേറ്റ് നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പം ഞാൻ എന്നെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് പറയാൻ ഇല്ല, എന്നോട് മാത്രമേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന സുഹൃത്തുക്കളോടും എൻ്റെ കുടുംബക്കാരോടും മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഞാനത് പ്രേക്ഷകരെടുത്തോ അല്ലെങ്കിൽ ആരോ എന്നെ വിശ്വസിക്കണം, ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അവരോട് അംഗീകരിക്കത്തുമില്ല. അത് നല്ല ഉത്തമ ബോധ്യമുള്ളതാണ് ഞാൻ പറയുന്നത്. വരട്ടെ. ഈ പറയുന്ന മൊബൈലിൽ പിടിച്ചു വച്ചിരിക്കുന്ന അറിയാലോ എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അവർ ഫുള്ളവർ പരിശോധിക്കുകയല്ലേ. അപ്പോൾ ഇവർ പറഞ്ഞ ആരോപണം മൊബൈലിലുണ്ടോ എന്നറിയട്ടെ. ഇവിടെ ഒരു ചർച്ച നടന്നിരുന്നു ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, പല ആൾക്കാരും ഫോക്സ് തൊട്ട് ഇയാളെ അകത്താക്കുമെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്ന് ബിജു സോപാനത്തിന് അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറച്ച് എന്തിനാണ് അവിടുത്തെ ഞാൻ ഈ പറയുന്ന പ്രോഗ്രാം നിന്നിട്ട് വർഷങ്ങളായില്ലേ. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചു നോക്കൂ, ഞാൻ എന്താണ് അവിടെ പെരുമാറിയതെന്നും എൻ്റെ സ്വഭാവം എന്താണെന്നും ചോദിച്ചാൽ അവർ പറയും. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സീരിയലിലുണ്ടായിരുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, അല്ലേ? അത് എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ കൺമുന്നിൽ വളർന്ന മക്കളെപ്പോലും പലരും വെറുതെ ഇവരായിരിക്കും അന്തം വിട്ട്. കാരണം എനിക്ക് ഏറ്റവും വിഷമം, എൻ്റെ കൺമുന്നിൽ വളർന്ന കുട്ടികളാണ് അവരൊക്കെ, അവരെ പോലും ആരും വെറുതെ വിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ട് മാറിയിരിക്കുകയായി അവർ. അതാണ് നമുക്ക് പറയേണ്ടത്. അതാണ് ആ ബുദ്ധി എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ മക്കളല്ലേ, നമ്മളെ മക്കളെ മീൻസ് അച്ഛാമ്മന്നാണ് വിളിക്കണേ, അച്ഛാന്നാണ് വിളിക്കണേ. ആ വിളിച്ച മക്കൾ ഇത്രയും ഒരു സംഭവത്തിൽ ചെന്ന് പെടുമ്പോൾ, അറിയാതെ അവരെ പഴിചാരിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ കൊടുത്ത ആള് ആരായിക്കോട്ടെ, അതല്ലേ അവിടെ ഒരു ദിവസം വന്നു പോയ ആളായിക്കോട്ടെ, ആ പ്രോഗ്രാമിൽ ഒരു ദിവസമേ വന്നോളൂ, അല്ലെങ്കിൽ 2 ദിവസമേ വന്നോളൂ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളായിക്കോട്ടെ, അത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞ അത്രയും ഒരു ക്രൂക്കഡ് ബുദ്ധിയിൽ പ്രയോഗിച്ചു എന്നുള്ളതാണ്. മക്കളെന്ത് പറഞ്ഞു? മക്കളെന്ന് വെച്ചാൽ ജീവിതത്തിലെ മക്കളല്ല, നമ്മുടെ പ്രോഗ്രാമിലെ മക്കൾ. ഞാൻ പേര് പറയാം, കേശു ഉൾപ്പെടെയുള്ള മക്കളുണ്ടല്ലോ നമുക്ക്. അവന് പാവം, അവൻ മൊത്തം വിളിക്കാത്ത മകൻ. അതെ, അവനും എല്ലാവർക്കും വിഷമമാണ്. പക്ഷേ ഞാൻ പറയുന്നില്ല, ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരെ കൂടെ നിൽക്കുകയാണ്, അവർക്ക് മാസ ശമ്പളങ്ങൾ കിട്ടും, അവർക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവർ നിസ്സഹായവരാണ്. അവർക്ക് ആ അവസ്ഥയില്ല. ഞാൻ ആരും വേണ്ടെന്നേ, എനിക്ക് കോടതി ഈ നിയമം മതി, എനിക്ക് വേറെ ആരും വേണ്ട. ഇപ്പം സഹകരിപ്പിക്കാനും എന്താ പറയുന്ന ആശ്വാസ വാക്കുകൾ പറയാനും ഒക്കെ ആൾക്കാരുണ്ടായിട്ട് ഇതിൽ കാര്യമില്ല, ഒരു കാര്യമില്ല. നമുക്ക് നിയമത്തിൻ്റെ വഴിയാണ് മുന്നോട്ട് പോകുന്നത്, അല്ല അതിലൊരു വേറൊരു മാറ്റവും ഇല്ല. ഇതൊരു അറസ്റ്റ് ഭയന്നിരുന്നു അല്ലേ? ഭയന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഭയന്നില്ല, പറഞ്ഞപ്പോൾ ഭയന്നു. എനിക്കെങ്ങനെ ഞാൻ ഈ നാടകവും ആട്ടവും പാട്ടും നടക്കുന്നതിന് FIR ഇട്ടാ എന്ത് FIR, എന്താണ് ഈ നമുക്കറിയില്ല, എന്താ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ജയിലിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കേണ്ട കാര്യമുള്ളൂ. ഇതുവരെ ഞാൻ കയറിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലിലല്ല കേട്ടോ, പോലീസ് സ്റ്റേഷനിൽ കയറിയത് പണ്ട് സെക്കൻഡ് ഷോ കഴിച്ചിട്ട് ലോട്ടറിന്ന് വന്നപ്പോൾ സൈക്കിളിൽ കാൽറ്റൂബ് കഴിച്ചിട്ടിട്ട് കയറ്റിട്ടുണ്ട്. അല്ല ഞാൻ കയറി വരില്ലേ, പത്രത്തിൽ വരില്ലേ. പക്ഷെ ഇത്രയും ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു ബിജു സോപാനം എന്ന് പറഞ്ഞ ഒരു ആക്ടറിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടില്ലേ? ജീവിതത്തെ എന്നല്ല, ആ ജീവിതത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ജീവിതം, വൈഫ്, കുട്ടി, അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ എൻ്റെ ബന്ധുക്കൾ. പക്ഷെ ഞാൻ പരിചയപ്പെടുന്നതും ഇപ്പം ഞാൻ എത്രയോ സ്കൂളുകളിൽ കോളേജിലൊക്കെ നാടകം ഡയറക്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പം എത്രയോ ശിഷ്യന്മാരുണ്ട്, നമ്മളെ മാതൃകയാക്കിയ ആൾക്കാരുണ്ട്, എത്രയോ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, എത്രയോ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്, എത്ര പേരോട് അഭിനയിച്ചിട്ടുണ്ട്. 22 വർഷമൊക്കെ ഒരു സ്ഥാപനം നിൽക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഫോറിനേഴ്സൊക്കെയാണ് അവിടെ ഫെലോഷിപ്പിന് വേണ്ടി അവിടെ വരുന്നത് തന്നെ. പിന്നെ എത്ര സിനിമയിൽ ചെറുതും വലുത് പക്ഷേ എത്ര പേര് ആയിട്ട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ എത്രയോ പേര് വന്നു പോയിട്ടുണ്ട്. ഞാൻ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ലല്ലോ. അപ്പം ചീത്തപ്പേരെന്നുള്ളതല്ല ഇവിടെ കാര്യം, വൈരാഗ്യ ബുദ്ധിയോടുകൂടി. ഇത്രമാത്രം വൈരാഗ്യം വരാൻ എന്താണ് ബിജു സോപാനത്തിനടുത്ത്? അറിയില്ല, ഇത് കഴിയട്ടെ, പഠിക്കണം, അത് അറിയാം, പറയാറായിട്ടില്ല. അറിയാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എൻ്റെ കരിയറിൽ ഇതൊന്നൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. ബിജു സോപാനത്തിന് പ്രശ്നമല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നമാണത്.
സമൂഹത്തിന് പ്രശ്നമാണ് തീർച്ചയായിട്ടും. പിന്നെ ഒന്നാമത് പ്രേക്ഷകർ അറിയണമെന്ന് ആഗ്രഹപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെട്ടതുണ്ട്. അതെ, ഈ ബാലിച്ചേട്ടൻ ഇത് ചെയ്യുമോ എങ്കിൽ പിന്നെ പറഞ്ഞുകൂടെ ചേട്ടാ എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ എല്ലാവരും ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ അവസ്ഥയാണ്, പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ നിയമവ്യവസ്ഥയാണ്, അത് നല്ല നിയമമാണ്. കാരണം ഇത് അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമുക്ക് നിരാലംബയായ സ്ത്രീകൾക്ക് സഹായമാകുന്ന നിയമങ്ങൾ അത് വേണം. പക്ഷേ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടെന്നുള്ളതാണ്. അത് ദുരുപയോഗപ്പെടുത്തുന്നത് എങ്ങനെ അറിയും? ഇപ്പം പറയാൻ പറ്റില്ല. കേസ് തെളിഞ്ഞതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. കൊടുത്ത ആരാണ് അവർ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് കോടതിയിലൊരു വിധിയും വന്നിരുന്നു. ബാലേന്ദ്ര മേനോനെതിരെ ഒരു സംഭവം വന്നപ്പോൾ അത് വന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല, തീർച്ചയായിട്ടും ഇവിടെ അഭിമാനം ഉണ്ടെന്ന് അവർക്കെതിരെ നല്ല കേസ് കൊടുക്കാമെന്നും മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട്. സത്യം ഏതും ആയിക്കോട്ടെ. അല്ല, ഈ ഒരു നിയമം നല്ലതല്ലേ? അതെൻ്റെ അമ്മയ്ക്ക് ബാധകമാണ്, എൻ്റെ സഹോദരിക്ക് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അത് ഈ നിയമം നല്ലതാണ്. പക്ഷേ ഇതിനെ ഈ പറഞ്ഞ തെളിയണം. മിസ്യൂസ് ചെയ്യുന്നവർ ആണെന്ന് തെളിയണം. ഇപ്പം ആർക്ക്, അതാണ് ഞാൻ പറയുന്നത്, ആരെ പേര് പറയാൻ പാടില്ല. അത് നല്ല കാര്യമാണ്. ഒരു കുടുംബം പോലെ കഴിഞ്ഞതല്ലേ നിങ്ങൾ എല്ലാവരും? അല്ലേ, നാടകത്തിൽ ഇവിടെ ആയിരുന്നാലും അങ്ങനെയാണ്. ഒരു സിനിമ സെറ്റിൽ പോയി നമ്മളൊരു പടത്തിൽ അഭിനയിച്ചിട്ടില്ല, കുടുംബം പോലെയാണ് എല്ലാവരും. നമ്മുടെ കുടുംബം, നമ്മൾ ചർച്ച ചെയ്യും, കാര്യങ്ങൾ പറയും, പോവുകയും ചെയ്യുന്ന ആളല്ലേ. പിന്നെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ദിവസം 2 ദിവസം പുറത്തിറങ്ങാൻ ഒരു മടിയായിരുന്നു. പിന്നെ ഞാൻ ആ രീതിക്കാണ് വാർത്ത വന്നത്. പടം വരെ വെച്ചാണ് വാർത്ത. പടം വരെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രോഗ്രാമിലും സിനിമയിലൊക്കെ അഭിനയിച്ചാൽ കൂടുതൽ റീച്ച് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അതെ. പക്ഷെ ഇപ്പോഴും ഞാൻ ധൈര്യമായിട്ടിരിക്കുന്നത് എന്താണ് മനസ്സിലായല്ലോ. എനിക്ക് എന്നാ അറിയാം, അങ്ങനെ സംഭവമേ ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു ഫോക്കസ് എന്ന് പറയുമ്പോൾ അവരൊക്കെ ഇപ്പോഴും ഉണ്ടോ അവിടെ? 1-2 പേരൊക്കെ ഉണ്ട്. നിങ്ങളിപ്പം മാറ്റി നിർത്തിയിരിക്കുന്നു. മാറ്റി നിർത്തി ഒന്നോ ഒരാൾ ബാക്കിയൊന്നും ഇല്ല അവിടെ. ആ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടായതിനു ശേഷം ഇതിന് നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ, സ്ഥാപനത്തിൻ്റെ ഇടപെടൽ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും സ്ഥാപനത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലേ? അല്ല, അത് ഇടപെടേണ്ട കാര്യമുണ്ട്. കാരണം സ്ഥാപനത്തിൽ ആദ്യത്തെ കാര്യമൊന്നുമല്ല, പണ്ടെങ്ങാണ്ട് ഒരു സംഭവം വന്നില്ലേ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് നല്ല കാര്യമൊന്നും വിശ്വസിക്കുന്നുമില്ല. സ്ഥാപനത്തിന് ദുഷ്പേരുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ഒരിക്കലും. ഇപ്പോൾ ഞാനാണ് സ്ഥാപനത്തിൻ്റെ ആളാണെങ്കിൽ ഞാനും ഈ പറയുന്ന ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തി തന്നെ ചെയ്യും. സ്ഥാപനത്തിന് ചുമക്കേണ്ട കാര്യമില്ല. അത് അവർ ചെയ്തത് 100% ശരിയെന്നുള്ള വിശ്വാസമാണ് എനിക്ക്. ഇവരൊരു ഇടപെടൽ പിന്നീട് ഉണ്ടായെന്ന് ചോദിച്ചു. അല്ല, ഇടപെടേണ്ട കാര്യമില്ല. അവർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേസ് കഴിഞ്ഞിട്ട് സത്യാവസ്ഥ അറിയിട്ട് ചെയ്യാം, അഭിനയിക്കാം, അത്രേ പറയുന്നുള്ളൂ. അത്രയല്ലേ പറയാൻ പറ്റുമോ അവർക്ക്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാനാണ് തെറ്റുകാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ വിട്ട് അഭിനയിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? ഒരിക്കലുമില്ല. അവരുടെ തീരുമാനങ്ങൾ നല്ലതാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.